ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മരണനീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നൊരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ ആ മാർഗത്തിലൂടെ അബ്രഹാം മുഖാന്തരം നമ്മളും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. വചനം പരിശോധിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ഒരു ദൈവ വിശ്വാസി അബ്രഹാമിനോട് കൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനായ അബ്രഹാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, അതിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം, അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുണ്ടായ മുഖാന്തരം എന്താണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം, അവൻ പങ്കുവെക്കുന്നതിൽ തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച ഒരു വിഷയമാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രഹാം സകലത്തിനും ദശാംശം കൊടുത്തു. അബ്രഹാത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒന്നാമത്തെ മേഖല നമുക്ക് കണ്ടു കഴിഞ്ഞതാണ്. അബ്രഹാം സകലത്തിലും ദശാംശം പങ്കുവെച്ചു. എന്ത് കിട്ടിയാലും, എന്ത് ഉണ്ടെങ്കിലും അതിനെല്ലാം ദശാംശം, അതിൻ്റെ 10-1 പങ്കുവെച്ചു. ദശാംശം പങ്കുവെക്കുന്നത് ആർക്കാണെന്ന്, എങ്ങനെയാണെന്ന് നമ്മൾ ധ്യാനിച്ചതാണ്, കേട്ടതാണ്. അപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം, എന്ത് കിട്ടിയാലും അതിൻ്റെ 10-1 പങ്കുവെക്കുമായിരുന്നു, ദാനം ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, നാം ഇന്ന് ചിന്തിക്കുന്നത്, അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാം തനിക്കുണ്ടായിരുന്ന സ്വത്ത് അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്ന സ്ഥലമൊക്കെയും പങ്കുവെക്കുന്നതിൽ നല്ല മനോഭാവം കാണിച്ചു എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ സ്ഥലം ഭാഗം വയ്ക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന് വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. 7-ാമത്തെ വാക്യം: അബ്രാമിൻ്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അതിന് 8-ാമത്തെ വാക്യത്തിൽ പറയാണ്: അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരാണല്ലോ. ദേശമെല്ലാം നിൻ്റെ മുമ്പാകില്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടും പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള വലിയൊരു മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതായത് അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തുമായിട്ട് ഭിന്നതയിലായി. അത് ഭിന്നതയാകാൻ കാരണം, ഇവിടെ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമായി, ശത്രുതയായി. അവർ ആടുമാടുകളെ മേയ്ക്കുന്നതിൻ്റെ തർക്കമാണ് അവിടെ ഒരു മധ്യസ്ഥതയിലെത്തേണ്ടി വന്നത്. ഇവിടെ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമായപ്പോൾ അബ്രഹാമിനെ ലോത്ത് ഒരു മധ്യസ്ഥനായിട്ട് ക്ഷണിക്കുകയാണ്. അവിടെ മധ്യസ്ഥനായി വന്ന അബ്രഹാം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ വന്ന ഈ അബ്രഹാം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കുക: നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ ഒരിക്കലും തമ്മിൽ പിണങ്ങരുത്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, ഞാൻ ഇടത്തോട്ടെങ്കിൽ നീ വലത്തോട്ട്. അതായത്
ഈ അബ്രഹാം പറയുന്നൊരു കാര്യം, ദേശമെല്ലാം നിൻ്റെ മുന്നിലുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഒരു മനോഹരമായൊരു വീതം വെപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, മക്കൾ വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ സമ്പാദിച്ചത് മക്കൾക്ക് ദാനമായി നൽകുമ്പോൾ, പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒത്തിരി ഭിന്നതകൾ, അതിൻ്റെ പേരിൽ കൊലപാതകം വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കാരണമായത് സ്വാർത്ഥതയാണ്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെന്നുള്ള, എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നെ വേണമെന്നുള്ള ആ സ്വാർത്ഥതയാണ് ഇന്ന് പലപ്പോഴും വീതം വയ്ക്കൽ ഭിന്നത ഉണ്ടാകാൻ കാരണം. ഇവിടെ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രാമിൻ്റെ ഇടയന്മാരും തമ്മിൽ ഭിന്നത ഉണ്ടാകാൻ കാരണം അതായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു പരിഹാരമായിട്ട് അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുക. നിസ്വാർത്ഥമായൊരു മനോഭാവമാണ് അബ്രഹാം കാണിക്കുന്നത്. നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുക. നീ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി എനിക്ക്. മനോഹരമായൊരു വീതം വെപ്പ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കുമോ? സഹോദരങ്ങൾ തമ്മിൽ വീതം വയ്ക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കൾക്കായി അവർ സമ്പാദിച്ചത് ദാനമായി നൽകുമ്പോൾ, ഈ ഒരു മനോഭാവം നമ്മൾ എടുത്തിട്ടുണ്ടോ? ഒരു അനിയൻ ചേട്ടനോട് പറയാ, ചേട്ടന് ആവശ്യമുള്ളതൊക്കെ എടുത്തോ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് മതി. അല്ലെങ്കിൽ അനിയ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ എടുത്തോ, നീ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി എനിക്ക്. ഇങ്ങനെ പറയുന്നൊരു മനോഭാവം നമുക്കുണ്ടോ? അതായത് സ്വാർത്ഥതയില്ലാതെ പങ്കുവയ്ക്കുന്നൊരു മനോഭാവം നമുക്കുണ്ടോ? ഇന്ന് നമ്മൾ പങ്കുവയ്ക്കൽ എന്തുമാത്രം സ്വാർത്ഥതയുണ്ടെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. പലപ്പോഴും സ്വാർത്ഥത മൂലം തമ്മിൽ പിണക്കമായി, തമ്മിൽ വാശിയായി, വൈരാഗ്യമായി, വെറുപ്പായി, വിദ്വേഷമായി, കോപമായി, അരിശമായി, അവസാനം കൊലപാതകത്തിൽ അവസാനിക്കുന്ന ഭിന്നതകൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ വ്യക്തി ജീവിതങ്ങൾ, എത്രയോ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങി, പരസ്പരം കണ്ടിട്ട് മിണ്ടാതെ, പരസ്പരം സംസാരിക്കാതെ, അനിയൻ്റെ വീട്ടിൽ ചേട്ടൻ കയറാതെ, ചേട്ടൻ്റെ വീട്ടിൽ അനിയൻ കയറാതെ, പരസ്പരം ഭിന്നതയിൽ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ. ഒരു ഇഞ്ച് ഭൂമിയുടെ പേരിൽ, ഒരു സെൻറ്റ് ഭൂമിയുടെ പേരിൽ, അതിർത്തിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ, ഒരു കിണറിൻ്റെ പേരിൽ, ഒരു വഴിയുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയിലായി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. ഇവിടെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അബ്രഹാമിൽ നിന്ന് കണ്ടത്. അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോ. ഇവിടെ സംഭവിക്കുന്നറിയാമോ? ഇത് കേൾക്കുന്ന നിമിഷം ലോത്ത് ഏറ്റവും നല്ല ദേശം കണ്ടെത്തുകയാണ്. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനെ എന്താ പറയുന്നത്? അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. അതായത് അന്ന് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ദേശമായിരുന്നു സോദോം ഗോമോറ. ഇവിടെ വചനം പറയുകയാണ്, അത് യഹോവയുടെ തോട്ടം പോലെ, അതായത് ഏദൻ തോട്ടം പോലെ മനോഹരമായിരുന്ന, ഫലഭൂഷ്ടമായിരുന്ന, മറ്റുള്ളവർ കണ്ടാൽ കൊതിക്കുന്ന സമൃദ്ധിയുടെ വിളഭൂമിയായി, മറ്റുള്ളവർ കണ്ടാൽ അസൂയ തോന്നുന്ന അത്രമാത്രം മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശമായിരുന്നു സോദോം ഗോമോറ. ലോത്ത് എന്ത് ചെയ്തു? ഏറ്റവും മനോഹരമായ, ഏറ്റവും നീരൊഴുക്കുള്ള, ഏറ്റവും നല്ല സമതലമായ വിളഭൂമിയായ ഈ സോദോം തിരഞ്ഞെടുത്തു. കാരണം ജോർദാൻ്റെ തീരത്താണ് ഈ സോദോം ഗോമോറ. അതുകൊണ്ട് വളരെ ഫലഭൂഷ്ടമായ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ വിളഭൂമിയായ ഈ സോദോം ഗോമോറ ലോത്ത് തിരഞ്ഞെടുത്തു. 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ലോത്ത് യോർദാനിലുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം ഇങ്ങനെ പറയുന്നത്, ലോത്ത് ആ പ്രദേശത്തെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കിയടിച്ചു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുകയാണ്, ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന്
വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഇവിടെ ഏറ്റവും നല്ല സമതലമായ വിളഭൂമിയായ സോദോമും ഗോമോറായും ലോത്ത് തിരഞ്ഞെടുപ്പോൾ അബ്രാഹാമിന് കിട്ടിയത് വെറും മൊട്ടക്കൊന്ന്, തരിശുഭൂമി. പക്ഷെ ദൈവമായ കർത്താവ് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു. കാരണം അബ്രാഹാമിൻ്റെ നിസ്വാർത്ഥമായ പങ്കുവയ്ക്കൽ ദൈവം കണ്ടു. ഇവിടെ നാം ഒരു കാര്യം തിരിച്ചറിയണം. ഇവിടെ സ്വാർത്ഥതയില്ലാതെ പങ്കുവയ്ക്കുമ്പോൾ, നിസ്വാർത്ഥമായി സ്വാർത്ഥതയില്ലാതെ പങ്കുവയ്ക്കുന്ന വ്യക്തിയോടുകൂടെ ദൈവമുണ്ടെന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അബ്രാഹാമിനോട് ദൈവം പറയാണ്, നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അത് ഇവിടെ അബ്രാഹാമിൽ നമ്മൾ പഠിക്കേണ്ടത്, അബ്രാഹാം സ്വാർത്ഥതയില്ലാതെ പങ്കുവെച്ചപ്പോൾ ദൈവം അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ അനുഗ്രഹത്തിനായി നൽകിയാണ്. ഇവിടെ അബ്രാഹത്തോട് പറയുകയാണ്, നീ നോക്കുന്നത്, നീ കാണുന്ന ദേശം മുഴുവൻ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരും. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരും. അതായത് വെറും തരിശുഭൂമിയായ, വെറും മുട്ടക്കൊന്നായ, ഒന്നിനും കൊള്ളില്ലാത്ത സ്ഥലം അബ്രാഹാമിന് കിട്ടിയെങ്കിൽ അബ്രാഹാം അത് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. ഇവിടെയാണ് നാം അബ്രാഹാമിൽ നിന്ന് പഠിക്കേണ്ടത്. അതായത് ഇന്ന് ഒരപ്പൻ മക്കൾക്ക് വീതം വയ്ക്കുമ്പോൾ, അപ്പൻ എന്തെങ്കിലും തരുമ്പോൾ അത് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പലപ്പോഴും ഇന്ന് ചില ഭൂമികളെല്ലാം ശപിക്കപ്പെട്ട അവസ്ഥയിൽ, ഇന്ന് ശാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളെ കാണാൻ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പുരയിടത്തിൻ്റെ മേൽ, ഭവനത്തിൻ്റെ മേൽ ശാപം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. അർഹതയില്ലാത്തത് അവകാശമായി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ മേൽ ശാപം കടന്നു വരും. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് അർഹതയില്ലാത്തത് അവകാശമാക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരൻ അവകാശപ്പെട്ടത് അർഹതയില്ലാതെ സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ശാപമുണ്ടെന്നൊരു കാര്യം തിരിച്ചറിയണം. എന്നാൽ മാതാപിതാക്കൾ ദാനമായി നൽകുന്ന ഭൂമി നാം സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ ഭൂമിയെ ദൈവം കനാൻ ദേശമാക്കി മാറ്റും. ഇവിടെ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ കാണുന്ന ദേശം, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന ദേശം നിനക്ക് ഞാൻ അവകാശമായി തരും. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും നടക്കുക. നീ സഞ്ചരിക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് തരും. പലപ്പോഴും നമ്മൾ മത്സരിച്ച് നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ സമ്പാദിക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ ദൈവം നമുക്ക് എന്തെങ്കിലും ദാനമായി നൽകുമ്പോൾ അതിന് പരിധിയില്ല, പരിമിതിയില്ല. ദൈവം പറയാം, നീ കാണുന്ന ദേശം, നീ തലയുയർത്തി നോക്കുമ്പോൾ നീ കാണുന്ന ദേശം നിനക്ക് അവകാശമായി തരും. നീ നെടുകയും കുറുകയും നടക്കുക, നീ നടക്കുന്നിടത്തോളം ഞാൻ നിനക്ക് അവകാശമായി തരും. ഇവിടെ ദൈവകരങ്ങളിൽ നിന്ന് അബ്രാഹാം അനുഗ്രഹം പ്രാപിക്കുക. നമുക്കറിയാൻ സാധിക്കുന്നതിൻ്റെ അവസാനം സംഭവിക്കുന്നതാണ്, ഈ ലോത്ത് സ്വന്തമാക്കിയ സമൃദ്ധിയുടെ വിളഭൂമിയായ ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായ ഈ സോദോമും ഗോമറായും അവസാനം ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറങ്ങി കത്തിച്ചാമ്പലായി, ചുട്ടുചാമ്പലായി. അതാണ് ഇന്ന് കാണുന്ന ചാവുകടൽ, ഡെഡ് സീ, ജീവനില്ലാത്ത വെള്ളം, ജീവനില്ലാത്ത കടൽ, ഡെഡ് സീ, ചാവുകടൽ. എന്നാൽ അന്ന് അബ്രാഹാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ആ ദേശമാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം. സമൃദ്ധിയുടെ വിളഭൂമിയായി ദൈവം എൻ്റെ ദേശമെന്ന് അവകാശം പറഞ്ഞ സമൃദ്ധിയുടെ വിളഭൂമിയായി ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ നാം പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനോഭാവം
ഏത് രീതിയിലാണ് ആയിരിക്കണമെന്ന് അബ്രാഹാമിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും അബ്രാഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ വളരെ തീക്ഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാം ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ സൽക്കരിച്ചത്, അവർക്കായി പങ്കുവെച്ചത് എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, അനന്തരം യഹോവ മിസ്രയീമിന്റെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനന്മാരെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽക്കൽ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പിൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞ് അബ്രഹാം ഈ 3 മനുഷ്യരെ സ്വീകരിക്കുക. ഇതാരാണെന്ന് ആരംഭത്തിൽ പറയുകയാണ്. യഹോവയായ ദൈവം മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായത് എങ്ങനെയാണെന്ന് വചനം പറയുകയാണ്. 3 പുരുഷന്മാർ നിൽക്കുന്നത് ഇതാ അബ്രഹാം കാണുക. ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാണെങ്കിലും അബ്രഹാം കാണുന്നത് 3 പുരുഷന്മാരെ. അത് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്നോ ഒന്നും ഈ അബ്രഹാമിന് അറിയുന്നില്ല. പക്ഷേ അബ്രഹാം ചെയ്യുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. എന്തിനാണ് ഈ 3 പുരുഷന്മാരെ ഈ അബ്രഹാം സ്വീകരിക്കുന്നത്? ആ കാലത്ത് അതിഥിയെ സ്വീകരിക്കുന്നത് ദൈവത്തെ സ്വീകരിക്കുന്ന തുല്യമായിട്ടാണ് ഈ അന്ന് കാലത്ത് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് ഇതാ താൻ അറിയില്ലാത്ത, തനിക്കൊരു പരിചയമില്ലാത്ത 3 പുരുഷന്മാർ നിൽക്കുന്നു. അവരെ അതിഥിയായി കണ്ട് അബ്രഹാം അവരെ സ്വീകരിക്കുക. നിലം വരെ കുനിഞ്ഞ്, യജമാനന്മാരെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാൽ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പിൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അതായത് അവരുടെ ദാഹം മാറ്റുവാൻ, അവരുടെ വിശപ്പ് മാറ്റുവാൻ, അവർക്ക് ആഹാരവും പാനീയവും പങ്കുവെക്കുവാൻ ഇവിടെ അബ്രഹാം തീക്ഷ്ണത കാണിക്കുക. ഇത് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്നോ ഒന്നും അബ്രഹാമിന് ഒരു പരിചയമില്ല, ഒരറിവുമില്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത 3 വ്യക്തികളെ അതിഥിയായി സ്വീകരിക്കുന്ന അബ്രഹാമിൻ്റെ മനോഭാവം നമുക്കറിയാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ പല അതിഥികൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. പക്ഷേ അവരെ നാം എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അവർക്കായി പങ്കുവെക്കുന്നത്, നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ അബ്രഹാം ഇവരാരാണെന്ന് പോലും അറിയാതെ അവരുടെ വിശപ്പും ദാഹവും മാറ്റാൻ തീക്ഷ്ണത കാണിക്കുക. നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, ഇങ്ങനെ ഈ ചെറിയ ഒരുവർ നിങ്ങൾ ചെയ്യുന്നത് എനിക്കാണ് ചെയ്യുന്നത് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു പഠനവുമില്ല. പക്ഷേ അബ്രഹാം ഇവിടെ മനസ്സറിഞ്ഞ് അവരെ സൽക്കരിക്കുക. ഇവിടെ അതിനടുത്ത് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നീ പറഞ്ഞ പോലെ ആകട്ടെ എന്നവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറടുക്ക് ചെന്ന്, നീ ക്ഷണത്തിൽ 3 അടങ്ങി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാലിക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. ഒരു പരിചയമില്ലാത്ത ഈ വ്യക്തികളെ എത്ര കാര്യമായിട്ടാണ് അബ്രഹാം സൽക്കരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരെ സൽക്കരിക്കാൻ, പങ്കുവയ്ക്കാൻ
നമുക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ട്, നല്ല മനോഭാവമുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ അബ്രഹാം ഇത്രമാത്രം തീക്ഷ്ണത കാണിച്ചപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഈ മനുഷ്യർ പറയുകയാണ്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാര വാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഇതിൻ്റെ അവസാനം നമുക്ക് എന്താണെന്നറിയാം. പിറ്റേ വർഷം അതേ സമയത്ത് സാറ ഒരു മകനെ ജന്മം നൽകുകയാണ്. ഇവിടെ ഈ 3 വ്യക്തികൾക്ക് പങ്കുവയ്ക്കുവാൻ തീക്ഷ്ണത കാണിച്ച അബ്രഹാമിനിട്ട് സമ്മാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത, വാർദ്ധക്യത്തിൽ അബ്രഹാത്തിന് 100 വയസ്സ് തികയുന്ന സമയത്ത് ഒരു മകനെ ഈ മനുഷ്യർ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ മനുഷ്യൻ ആരാണെന്ന് ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആദ്യം നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു, അല്ലെങ്കിൽ ദൈവം തന്നെയായിരുന്നു. അങ്ങനെയാണ് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ ദൂതന്മാർ ആരാണെന്നോ അറിയാതെ ഒരു പരിചയമില്ലാത്ത വ്യക്തികളെ അബ്രഹാം സൽക്കരിച്ചപ്പോൾ, അവർക്ക് പങ്കുവെച്ചപ്പോൾ ദൈവം അമർത്തിക്കുലുക്കി അളവില്ലാതെ അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നതായിട്ട്, ഈ സന്തതി മുഖാന്തരം ഈ അബ്രഹാമിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സന്ദേശത്തിലൂടെ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമുക്ക് ദൈവം ദാനമായി നൽകിയത് പങ്കുവെക്കുമ്പോൾ, വിശക്കുന്നവന് ആഹാരമായി, ദാഹിക്കുന്നവന് ദാഹജലമായി നമ്മൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുള്ളൊരു കാര്യം പറയാം. ചില വീടുകളിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ്. അച്ഛാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആ നല്ല മനോഭാവം കണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. ഞങ്ങൾ ഒരു ഗതിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ആരെങ്കിലും ഒരു ദൈവദാസൻ, കർത്താവിൻ്റെ വേലക്കാരൻ, ഒരു അഭിഷിക്തൻ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വിളിച്ച് വീട്ടിൽ വരുത്തും. അവർക്ക് സമൃദ്ധമായി ഭക്ഷണം കൊടുക്കും, അവർക്ക് പങ്കുവയ്ക്കും. ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ട് പഠിച്ചതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് ഞങ്ങളെ സ്വർഗത്തിൽ ദൈവം ഉയർത്തി. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിൽ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ ഉയർത്തി. ഞങ്ങൾ ഇന്ന് ഈ അനുഗ്രഹം പ്രാപിക്കാൻ കാരണം ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തൊരു പുണ്യപ്രവൃത്തിയാണ്, ഒരു നന്മപ്രവൃത്തിയാണ്. അതായത് വിശക്കുന്നവന്, ദാഹിക്കുന്നവന് പങ്കുവയ്ക്കുന്നവരായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ. അവർ ചെയ്ത നന്മപ്രവൃത്തിയുടെ അനന്തരഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കുവാൻ ഈ നിമിഷം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? പങ്കുവയ്ക്കുവാൻ, നിസ്വാർത്ഥമായി, സ്വാർത്ഥതയില്ലാതെ പങ്കുവയ്ക്കുവാൻ നല്ലൊരു മനസ്സ് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അതിനായി നമ്മൾ ഒരുങ്ങുക. ഇതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് പങ്കുവയ്ക്കുവാനാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്കറിയാം. അവൻ ദൈവമായിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതായത് അവൻ്റെ അവസാനത്തുള്ളി രക്തവും അവൻ പങ്കുവെച്ചു. ദൈവമായ കർത്താവായ യേശു ക്രിസ്തു തനിക്കുണ്ടായിരുന്ന സകലവും പാപിയായ മനുഷ്യന്, ശത്രുവായ മനുഷ്യന്, നരകത്തിന് അടിമയായ മനുഷ്യന്, പിശാചിൻ്റെ കയ്യിലൊരു ഉപകരണമായ മനുഷ്യന് സകലവും പങ്കുവെച്ചു.
അവസാനത്തുള്ള രക്തം പോലും പങ്കുവെച്ചുവെങ്കിൽ യേശു പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. സ്നേഹത്തിൽ നിന്നുള്ള പങ്കുവയ്ക്കലാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ കാരണമായി തീരുന്നത്. ശത്രുവിനെ സ്നേഹിക്കുവാനും പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് പങ്കുവയ്ക്കുവാനും നാം കാണിക്കുന്ന മനോഭാവമാണ് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ കാരണമായി തീരുന്നത്. വചനം പറയുന്നു, 1 യോഹന്നാൻ 4:12 പറയുന്ന, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കും. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ പങ്കുവെക്കുമ്പോൾ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് തനിക്കുള്ളത് മുഴുവൻ നമുക്കായി പങ്കുവെച്ചുവെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് സ്നേഹത്തിൽ പൂർണ്ണത കൈവരിച്ച് യേശുവിനെ കർത്താവും ദൈവവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, അതും മുഖാന്തരം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയാം, രൂപാന്തരപ്പെടുത്താം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവേ, വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ, അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ട മുഖാന്തരം ഞങ്ങൾ കേട്ടു. കർത്താവെ, അബ്രാഹാം പങ്കുവയ്ക്കാൻ തീക്ഷ്ണത കാണിച്ചതിലൂടെ ഒരനുഗ്രഹമായി മാറിയെങ്കിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വാർത്ഥതയില്ലാതെ തമ്മിലുള്ള സ്നേഹത്തെ പ്രതി പങ്കുവയ്ക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവെ, അവിടുന്ന് തനിക്കുള്ള സകലതും പങ്കുവെച്ചതുപോലെ അവസാനത്തുള്ളി രക്തവും പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി നിത്യരക്ഷയ്ക്ക് വേണ്ടി പങ്കുവെച്ചതുപോലെ കർത്താവെ, ഞങ്ങൾക്കും പങ്കുവയ്ക്കുന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. But